രാത്രിയുടെ മറവിൽ തിരുവനന്തപുരം നെയ്യാറിന്റെ തീരത്ത് മെഡിക്കൽ മാലിന്യം കുഴികുത്തി മൂടാൻ ശ്രമം. മാലിന്യം നിക്ഷേപിക്കാനെത്തിയ വാഹനങ്ങളും ഡ്രൈവർമാരെയും തടഞ്ഞുവെച്ച് നാട്ടുകാർ പോലീസിന് കൈമാറി. ചെറിയ കുഴികളായി 25 ലോഡിലധികം മാലിന്യം കുഴിച്ചു മൂടിയെന്നാണ് വിവരം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഇരുമ്പലിന് സമീപം നെയ്യാറിന്റെ തീരത്ത് മെഡിക്കൽ അറവ് മാലിന്യങ്ങളുമായി എത്തിയ വാഹനങ്ങൾ നേരത്തെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയിരുന്നു. വീടുകളിലെല്ലാം നിറച്ച് ഈച്ചയാണ്. ഈ വേസ്റ്റ് വന്ന് ഇറങ്ങിയതിനു ശേഷം അതിനു മുമ്പ് ഇപ്പൊ ഈച്ച പോലെ ഒന്നും പോലും ഇല്ലാതിരുന്നതാണ് ദുർഗന്ധം കൊണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് മായി ബന്ധമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ഇന്ന് പുലർച്ചെ 2 ലോഡ് മാലിന്യം കൂടി എത്തിച്ചതായി അറിഞ്ഞ നാട്ടുകാർ വാഹനങ്ങളും ഡ്രൈവർമാരെയും തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. 1 ലോഡ് വരുന്ന മാലിന്യം അതിൽ നിന്ന് കണ്ടെടുത്തത് ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവേ സ്റ്റേഷൻ അകത്തു നിന്നുള്ള ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് അതിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ആ മാലിന്യങ്ങൾ തരംതിരിച്ച് ഇതുവരെ തീർന്നിട്ടില്ല. തരംതിരിച്ച് അത് അത്രയ്ക്ക് ദുർഗന്ധം വമിക്കുന്നതും നാപ്കിനും പിന്നെ സ്നഗ്ഗിയും അങ്ങനെയുള്ള എല്ലാത്തരം മാലിന്യങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ ജീവനക്കാർക്ക് എല്ലാവിധ സേഫ്റ്റി മെഷേഴ്സും കൊടുത്തുകൊണ്ട് തരംതിരിച്ച് അതിലുള്ള ജൈവ മാലിന്യങ്ങൾ നമ്മളെ തുമ്പൂർ മൊഴികളിലെത്തിച്ച് സംസ്കരിക്കുന്നതിനും അജൈവ മാലിന്യങ്ങൾ ലെഗസിയായിട്ട് കണക്കാക്കി നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് കൊടുക്കുന്നതിനുമാണ് തീരുമാനിച്ചത്. അറവ് ആശുപത്രി മാലിന്യം കഴിഞ്ഞ ദിവസങ്ങളിലായാണ് ഇവിടെ എത്തിച്ചത്. ചെറിയ കുഴികളിലായി 25 ലോഡിലധികം മാലിന്യം കുഴിച്ചുമൂടിയെന്നാണ് വിവരം. ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഈ മഴക്കാലമായാൽ നെയ്യാറിൽ നിന്ന് ഏറ്റവും അധികം വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെള്ളം കയറിയാൽ ഉടൻ തന്നെ ഇത് ഈ നെയ്യാറിലേക്കും പരിസരത്തുള്ള കിണറുകളിലേക്കും ഒക്കെ ഇതിന്റെ ജലം കയറേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ തള്ളാൻ കഴിയാത്തതിനെ തുടർന്നാണ് മാലിന്യ ശേഖരണ സംഘങ്ങൾ നെയ്യാറിന്റെ തീരത്ത് മാലിന്യം തള്ളിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.